Hello everyone, welcome back to Literature Hurdles. Let's learn together. ഇന്ന് നമ്മൾ പുതിയൊരു പോമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺ കില്ലിംഗ് എ ട്രീ റിട്ടൺ ബൈ ഗീവ് പാറ്റേൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോയറ്റിനെ പറ്റി കൂടുതലും നോക്കാം. ഗീവ് പാറ്റേൽ ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ പ്രൊമിനൻറ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ്സ്. He is a medical practitioner by profession and he lives in Mumbai. His poems gives expression to his anxiety and bitterness at man's cruelty towards nature. Patel belongs to a group of writers who have subscribed themselves to the green movement, which is involved in an effort to protect the environment. Patel is considered to be the poet of body, since a human body is a recurrent theme in his majority of his poems. പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് കവിയാണ് ഗീവ് പാട്ടേൽ. അദ്ദേഹം മുംബൈയിലാണ് താമസിക്കുന്നത്. ഒഫീഷ്യലി അദ്ദേഹം ഒരു ഡോക്ടറാണ്. മനുഷ്യൻ്റെ പ്രകൃതിയോടുള്ള ക്രൂരതകൾക്കെതിരെ ശബ്ദമുയർത്തുന്നവയാണ് അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളും. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ എഴുതുന്ന കുറച്ച് റൈറ്റേഴ്സിൻ്റെ സംഘടനയായ ഗ്രീൻ മൂവ്മെൻറ്റിൽ അദ്ദേഹം ബിലോങ് ചെയ്യുന്നു. പാട്ടേലിൻ്റെ ഭൂരിഭാഗം കവിതകളിലും ശരീരം ഒരു പ്രധാന ഇമേജായി കടന്നു വരുന്നുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തിനെ ശരീരത്തിൻ്റെ കവി എന്ന് വിളിക്കുന്നു. His poetry deals primarily with the gross inequalities of the social structures in India, the violence and pain that continue to be a part of human existence. He is also a famous contemporary Indian visual artist and has been part of exhibitions around the world. His works include poems and How Do You Withstand Body and Mirrored Mirroring, and the plays Princess, Sabaska and Mr. Behra. ഇന്ത്യൻ സമൂഹത്തിനുള്ളിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾക്കും കലാപങ്ങൾക്കും എതിരെയുള്ള നിലപാടുകൾ പാട്ടേൽ തൻ്റെ കവിതകളിലൂടെ പ്രകടമാക്കാറുണ്ട്. സമകാലിക ഇന്ത്യൻ ദൃശ്യകലയിലെ പ്രശസ്തനായ കലാകാരൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് പോംസ്, ഹൗ ഡു യു വിത്ത്സ്റ്റാൻഡ് ബോഡി ആൻഡ് മിറേർഡ് മിററിംഗ്. അതുപോലെ തന്നെ നാടകങ്ങളാണ് പ്രിൻസസ്, സാവസ്ക, അതുപോലെ മിസ്റ്റർ ബെഹ്റാം തുടങ്ങിയവ. പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷനോടെ നമുക്ക് നോക്കാം. ദ പോം ഓൺ കില്ലിംഗ് എ ട്രീ സ്പീക്സ് അബൌട്ട് ദ ക്രൂവൽറ്റി ഓഫ് മാൻ ടുവേർഡ്സ് ദ എൻവയോൺമെൻറ്റ്. The process of cutting trees for urbanization has been going on for a long time across many countries. The poem is in the form of a satire. It shows how a tree should be killed from its roots instead of destroying parts of it which can grow back later. The poet conveys that a tree, just like human being, is an essential part of this planet. Like human beings, trees also take years to grow by feeding on sunlight, air and water. പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ക്രൂരതയാണ് ഓൺ കില്ലിംഗ് എ ട്രീ എന്ന പോയത്തിൻ്റെ മെയിൻ തീം. നഗരവൽക്കരണത്തിനും അതുപോലെ തന്നെ വ്യവസായവൽക്കരണത്തിനുമൊക്കെ ആയിട്ട് ഒരുപാട് മരങ്ങൾ വെട്ടിമാറ്റുന്നത് വർഷങ്ങളായി നടന്നു വരുന്നൊരു പ്രോസസ്സാണ് അല്ലേ, നമുക്കറിയാതെ. ഒരു മരത്തെ അതിൻ്റെ വേരിൽ നിന്ന് തന്നെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് സറ്റേറിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പരിഹാസ രൂപേണ പട്ടേൽ കവിതയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേര് മുതൽ നശിപ്പിച്ചില്ലെങ്കിൽ മരങ്ങൾ വീണ്ടും തളിർക്കാൻ ഇടയാകുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യരെ പോലെ തന്നെ വൃക്ഷങ്ങളും ഭൂമിയുടെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണെന്ന് നമ്മുടെ പോയറ്റ് പറയുകയാണ്. മനുഷ്യൻ ബാല്യത്തിലും അതുപോലെ തന്നെ കൗമാരങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന അതുപോലെ തന്നെ ഓരോ മരവും അതിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പല അപകടങ്ങളിൽ നിന്നും മനുഷ്യന്മാർക്ക് രക്ഷപ്പെടാനാവുമെങ്കിലും ഹൃദയം നിലച്ചാൽ അവൻ്റെ ജീവിതം നിലയ്ക്കും. അതുപോലെ തന്നെയാണ് ഒരു വൃക്ഷത്തെ കൊല്ലണമെങ്കിൽ അതിൻ്റെ വേരുകൾ നശിപ്പിക്കണമെന്ന് പോയറ്റ് ഓർമ്മിപ്പിക്കുന്നത്. ഇനി നമുക്ക് പോയത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗവും നോക്കാം. ഓൺ കില്ലിംഗ് എ ട്രീ. It takes much time to kill a tree. Not a simple jab of knife will do it. It has grown slowly, consuming the earth, raising out of it, feeding upon its crust, absorbing years of sunlight, air, water, and out of its leprous hide sprouting leaves. നമുക്ക് ഈ വരികളുടെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. The poet speaks about killing of a tree. He says that a lot of work has to be done in order to kill a tree. The tree grows to its full size by absorbing years of sunlight, water and air. It slowly grows out of earth and sprouts leaves. The words suggestive of its life and activity are grown slowly, consuming the earth, rising out of it, feeding upon its crust, absorbing years of sunlight, air, water and sprouting leaves. ഒരു മരത്തെ കൊല ചെയ്യുന്നതിനെ പറ്റിയാണ് പോയറ്റ് ഇവിടെ പറയുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം പറയുന്നുണ്ട് ഒരു മരത്തെ കൊല്ലണമെങ്കിൽ ഒരുപാട് പണികൾ ചെയ്യാനുണ്ടെന്ന്. ആദ്യം അത് മെല്ലെ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, പിന്നെ ഇലകൾ തളിരിടുന്നു. ഇന്ന് നമ്മൾ കാണുന്ന അത്രയും വലിയ സൈസിലൊരു മരം വളരണമെങ്കിൽ തീർച്ചയായും ഒരുപാട് വർഷങ്ങൾ സൺലൈറ്റും വാട്ടറും എയറും ഒക്കെ അത് കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും. ഒരു വൃക്ഷത്തിൻ്റെ വളർച്ചയിൽ ഭൂമിയുടെയും പ്രകൃതിയുടെയും സപ്പോർട്ട് കാണിക്കുന്ന വാക്കുകളാണ് നമ്മുടെ പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രോൺ സ്ലോലി, കൺസ്യൂമിങ് ദ എർത്ത്, റേസിങ് ഔട്ട് ഓഫ് ഇറ്റ്,
feeding upon its crust, absorbing years of sunlight, air, water and sprouting leaves മുതലായവയൊക്കെ. സോ ഈ വരികളിൽ പോയറ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു മരത്തെ കൊല്ലാൻ ഒരുപാട് സമയം വേണം. കത്തി കൊണ്ട് ഒരു കുത്തിയാലൊന്നും കാര്യം നടക്കില്ല. ആ മരം ഭൂമിക്കടിയിൽ നിന്ന് ഭൂമിയെ തന്നെ കൺസ്യൂം ചെയ്തുകൊണ്ട് വളർന്നു വന്നതാണ്. അത് വർഷങ്ങൾ സൂര്യപ്രകാശവും വായുവും വെള്ളവും ഒക്കെ ഭക്ഷിച്ച് ഇലകൾ തളിരിട്ട് വളർന്ന് ഇന്ന് ഈ കാണുന്ന സൈസിലേക്ക് എത്തി നിൽക്കുന്നതാണ്. ഇനി നമുക്ക് പോയത്തിൻ്റെ അടുത്ത വരികളിലേക്ക് പോവാം. സോ hack and chop, but this alone won't do it. Not so much pain will do it. The bleeding bark will heal, and from close to the ground will raise curled green twigs, miniature boughs, which if unchecked will expand again to former size. ഈ വരികളിൽ പോയറ്റ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്കാം. The poet says that it takes much time to kill a tree because the mere act of hacking and chopping is not sufficient to kill a tree. The tree overcomes man's onslaught by branching off small stems close to the ground and resumes life to raise again to its former size. That is, the tree endures all the pain but continues to live as it heals over time. നമ്മുടെ പോയിറ്റ് ഓൾറെഡി നമ്മളോട് പറഞ്ഞിരുന്നു, അങ്ങനെ പെട്ടെന്നൊന്നും ഒരു ട്രീയെ കൊല്ലാൻ സാധിക്കില്ല എന്ന്. വെറുതെ വെട്ടുകയും കഷ്ണങ്ങളാക്കി മുറിക്കുകയും ഒന്നും ചെയ്താൽ മരത്തെ കൊല്ലാനാവില്ല എന്ന് പോയിറ്റ് പറയുന്നു. ഒരു മരത്തെ പൂർണ്ണമായും തറയോട് ചേർത്ത് വെട്ടി കഷ്ണങ്ങളാക്കി മാറ്റിയാലും കുറച്ചു കാലം കഴിയുമ്പോൾ അത് വീണ്ടും പൂർവാവസ്ഥയിലേക്ക് തിരികെ എത്തുക തന്നെ ചെയ്യും. The poet speaks about the life of a tree by implying that just like humans go through various stages in life from childhood to adulthood, the tree also takes years of nourishment to grow. The bark which has been chopped will heal itself, and the trunk of the tree near the ground will give rise to new green twigs and small branches which may then grow to their former size again. ബാല്യവും കൗമാരവും യൗവനവും ഒക്കെയുള്ള മനുഷ്യജീവിതം പോലെ തന്നെയാണ് ട്രീസിൻ്റെ ലൈഫ് എന്ന് നമ്മുടെ പോയിറ്റ് പറയുന്നു. ചെറിയ തൈച്ചെടിയിൽ നിന്ന് തുടങ്ങി അനേകം വർഷങ്ങളെടുത്താണ് ഇവയും വളരുന്നത്. എത്ര വെട്ടിയാലും ആ മുറിവുകളൊക്കെ വളരെ ചെറിയ നാളുകൾ കൊണ്ട് തന്നെ ഉണങ്ങുന്നു. അതുപോലെ തന്നെ അത് നിൽക്കുന്ന തറയോട് ചേർത്ത് വെട്ടിയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും പച്ച നിറത്തിൽ ചെറിയ കമ്പുകൾ പോലെ മുളച്ച് ചെറിയ ബ്രാഞ്ചസ് ഉണ്ടായി പഴയ സൈസിലേക്ക് അത് വീണ്ടും വളർന്നു വരുന്നു. ഇനി പോയത്തിൻ്റെ അടുത്ത ലൈൻസിലേക്ക് പോവാം. No, the root is to be pulled out of the anchoring earth. It is to be roped, tied and pulled out, snapped out or pulled out entirely, out from the earth's cave, and the strength of the tree exposed, the source, white and wet, the most sensitive, hidden for years inside the earth. ഇനി ഈ ലൈൻസിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. In the beginning of the third stanza, the poet uses no to lay emphasis on the fact that mere chopping of the tree would not kill it. The tree would grow again and retain its original size. Anchoring earth refers to the roots of the tree that lie inside the earth and play the role of an anchor for the tree to grow. They ensure the security of the tree as they nourish it with the water and nutrients. മൂന്നാമത്തെ സ്റ്റാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് വർഷങ്ങളെടുത്ത് ഭൂമിയെ തന്നെ കൺസ്യൂം ചെയ്ത് വളർന്ന ട്രീയെ വെറുതെ വെട്ടി നിരത്തി കഷ്ണങ്ങളാക്കിയത് കൊണ്ട് മാത്രം കൊല്ലാനാകില്ല, അത് വീണ്ടും പഴയ രീതിയിലേക്ക് മടങ്ങി വരുമെന്നാണ് പോയിറ്റ് പറയുന്നത്. സോ റൂട്ട്സ് ആണ് നശിപ്പിക്കേണ്ടത്. ആങ്കർ പോലെ മരത്തെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നതും അതുപോലെ തന്നെ ട്രീക്ക് വേണ്ട വാട്ടറും ന്യൂട്രിയൻസ് നൽകി ഈ കാണുന്ന സൈസിലേക്ക് അതിനെ വളർത്തിയെടുത്തതുമെല്ലാം ഈ റൂട്ട്സ് ആണ്. സോ ഈ റൂട്ടിനെ നശിപ്പിക്കണമെന്നാണ് പോയിറ്റ് ഉദ്ദേശിക്കുന്നത്. Earth care refers to the ground on which the foundation of the tree is laid, as it holds the roots and keeps the tree standing tall and protects it from adversities such as heavy rainfall or storm. To kill a tree, one has to attack the root of the tree by pulling it out of the earth. The source of its existence has to be destroyed by taking it out of its place of security and stability. The root should be tied with a rope and pulled out entirely from its safe place below the earth, or it should be snapped out of there. The root, which is a source of strength for the tree, is also the most sensitive part, as it is hidden inside the earth for years and must be exposed. എർത്ത് കേവ് എന്ന് ഉദ്ദേശിക്കുന്നത് റൂട്ട്സിനെ ഹോൾഡ് ചെയ്യുന്ന മണ്ണിൻ്റെ ഉള്ളിലെ പാർട്ടാണ്. അവിടെ വേരുകൾ ഉറച്ചു നിൽക്കുകയാണ്. ഏത് പേമാരിയും കൊടുങ്കാറ്റിനെ അതിജീവിക്കുന്നതിന് ട്രീക്ക് കരുത്ത് നൽകുന്നതും അതുപോലെ തന്നെ ഈ ട്രീയെ ഇവിടെ ഉയരത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതുമെല്ലാം ഈ റൂട്ട്സ് ആണ്. ഈ മരത്തെ കൊല്ലണമെങ്കിൽ ഈ റൂട്ടിനെ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിടണം. മരം വീണ്ടും വീണ്ടും മുളച്ചു വരാൻ കാരണക്കാരനായ അതിൻ്റെ സോഴ്സിനെ നശിപ്പിക്കണം. അതിന് ഈ റൂട്ടിനെ ഒരു കയറുകൊണ്ട് കെട്ടി വലിച്ച് അതിരിക്കുന്ന സേഫ് പ്ലേസിൽ നിന്ന് അല്ലെങ്കിൽ എർത്ത് കേവിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കണം. പടുകൂറ്റൻ മരത്തിൻ്റെ സ്ട്രെങ്ത്തിന് കാരണമായ ഈ റൂട്ടാണ് മരത്തിൻ്റെ ഏറ്റവും സെൻസിറ്റീവ് പാർട്ട് എന്ന് നമുക്ക് പറയാം.
ഇത് സെൻസിറ്റീവ് ആവാൻ കാരണം ഇത്രയും കാലം അത് മണ്ണിൻ്റെ അടിയിൽ കഴിഞ്ഞതുകൊണ്ടാണ്. അത് പുറത്തേക്കെടുത്തിട്ട് വെയിലിൽ വെച്ച് ഉണക്കണം എന്നാണ് ഈ ലൈൻസിൽ പോയിട്ട് പറയുന്നത്. ഈ വരികളിൽ മണ്ണും മരവും തമ്മിൽ, അല്ലെങ്കിൽ മരവും ഭൂമിയും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പിനെ പറ്റിയും കൂടെ നമ്മുടെ പോയിറ്റ് സൂചിപ്പിക്കുന്നുണ്ട്. നോക്കാം. The tree establishes a wonderful give and take relationship with the earth by taking what it needs and giving back what the earth requires. The earth is portrayed as a cave or mother earth, the cave being symbolic of the womb. While the root remains hidden in the cave of the earth, even though man may attack the tree, his reach is limited. He may chop off the leaves and branches, but so long as the root is safe within the earth, the tree will not be seriously injured or damaged. ഇവിടെ നമുക്കൊരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് കാണാനാവും. അതായത് ട്രീക്ക് ആവശ്യമുള്ളതെല്ലാം ഭൂമിയിൽ നിന്ന് എടുക്കുകയും ഭൂമിക്ക് ആവശ്യമുള്ളതെല്ലാം ട്രീസ് തിരികെ നൽകുകയും ചെയ്യും, അല്ലേ? ഇവിടെ എർത്തിനെ മദർ എർത്ത്, കേവ് എന്നൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ഇവിടെ കേവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ ഗർഭപാത്രത്തിനെയാണ് സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. റൂട്ട് മണ്ണിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നിടത്തോളം മനുഷ്യൻ മരത്തെ എത്രത്തോളം അറ്റാക്ക് ചെയ്താലും അവ പൂർവ്വ അവസ്ഥയിലേക്ക് തന്നെ തിരികെ വരുമെന്നാണ് പോയറ്റ് പറയുന്നത്. ഇനി നമുക്ക് പോയത്തിൻ്റെ അവസാന വരികളിലേക്ക് നോക്കാം. Then the matter of scorching and chalking in the sun and air, browning, hardening, twisting, withering, and then it is done. എന്താണ് ലാസ്റ്റ് സ്റ്റാൻസയിൽ അല്ലെങ്കിൽ ലാസ്റ്റ് വരികളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒരു മരത്തെ എങ്ങനെ കൊല്ലാമെന്നാണ് പോയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോക്കി വന്നത്, അല്ലേ? അപ്പോൾ എങ്ങനെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ലാസ്റ്റ് ലൈൻസിൽ ഇവിടെ പോയിട്ട് പറഞ്ഞത്. At some point, man seems to get the idea that root is the strength of a tree. So he targets the part of the tree that holds a secret connection between the source of life and the tree. That's a root. He makes a deep cavity in the earth and haunts up the roots, the source of life and the soul of tree, which were kept in safety inside the mother earth for years. ചിലപ്പോഴൊക്കെ പലരും തിരിച്ചറിയാറുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഒരു ട്രീയുടെ സ്ട്രെങ്ത് എന്ന്. സോ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ട്രീയുടെ ജീവൻ നിലനിർത്തുന്ന ആ സോഴ്സിനെ അല്ലെങ്കിൽ റൂട്ടിനെ ടാർഗറ്റ് ചെയ്യും. അങ്ങനെ ആ ഡീപ്പ് ക്യാവിറ്റിയിൽ വർഷങ്ങളായി കഴിഞ്ഞിരുന്ന ട്രീയുടെ സോഴ്സ് ഓഫ് ലൈഫിനെ പുറത്തെടുക്കുന്നു. The strength of the tree will be exposed from the very source where the white and wet, which is the most receptive part, which has been concealed for many years inside the earth. After pulling down the tree, man subjects it to various processes to fill it for his commercial purpose. He cuts it into pieces and scorches and chalks it. Finally, after much browning, hardening, twisting and withering, the killing of the tree is complete and the living tree is converted into a dead timber. റൂട്ട്സിനെ വലിച്ചു പുറത്തെടുക്കുമ്പോൾ അത് വെളുത്ത നിറത്തിൽ നനവോടെ കാണപ്പെടും. ഇത്രയും കാലം ട്രീ മണ്ണിനടിയിൽ കാത്തു സൂക്ഷിച്ചിരുന്ന അതിൻ്റെ സോഴ്സ് ഓഫ് ലൈഫാണത്. മരം മുറിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പല കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കായി അതിനെ യൂസ് ചെയ്യാം. എന്നിട്ട് റൂട്ട്സിനെ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി വെയിലത്ത് വെച്ച് ഉണങ്ങി ബ്രൗൺ നിറത്തിൽ കട്ടിയാക്കി മാറ്റണം. അപ്പോഴാണ് നമുക്കൊരു ലിവിങ് ട്രീയെ പൂർണ്ണമായും കൊലപ്പെടുത്താൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പോയത്തിന് ഒരു കൺക്ലൂഷൻ നോക്കാം. ദ ട്രീ റെപ്രസെൻറ്റ്സ് എവറി ലിവിങ് ബീയിങ് വിത്ത് എ ഡീപ് കണക്ഷൻ വിത്ത് നേച്ചർ. Earth itself is like a great organism suffering from the impact of man's technological civilization. Gieve Patel actually warns the human beings not to harm nature with a symbolic uncontrolled deforestation by telling us not to destroy nature through this poem. It can be read as a record of his protest against the violence and ecological terrorism exacted by man on earth. In the poem, the tree symbolizes nature. As an environmentalist, the poet gives an alarming signal to preserve the living creatures in the world and also for the stimulation of a future degradation through this poem. ഇതൊരു പരിഹാസ രൂപേണ എഴുതിയ പോമാണെന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലോ. മനുഷ്യൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഭൂമിക്ക് തന്നെയാണ്. ആക്ച്വലി ഗീവ് പാട്ടിൽ പ്രകൃതിയെ ഉപദ്രവിക്കരുത് എന്ന ഹ്യൂമൻ ബീങ്സിനെ വാൺ ചെയ്യുകയാണ് ഈ പോയത്തിലൂടെ ചെയ്യുന്നത്. അൺകൺട്രോൾഡായി വരുന്ന ഡിഫോറസ്റ്റേഷൻ എന്ന തീം യൂസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത്. മനുഷ്യർ പ്രകൃതിയോട് കാട്ടുന്ന ക്രൂരതകൾക്കെതിരെയുള്ള പ്രതിഷേധമായി നമുക്ക് ഈ പോയത്തെ കൺസിഡർ ചെയ്യാം. ഈ പോയത്തിലെ ട്രീ സിംബലൈസ് ചെയ്യുന്നത് തീർച്ചയായും നേച്ചറിനെ തന്നെയാണ്. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ ലിവിങ് ക്രീച്ചേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന മെസ്സേജ് അദ്ദേഹം ഈ പോയത്തിലൂടെ കൺവേ ചെയ്യുന്നു. ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റും ചെയ്യുക. ലിറ്ററ ഹാഡിൽസ് അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. Thank you so much for listening.